നമസ്കാരം, അഗാക്ക് ഇന്റീരിയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്ക വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ്. ഞങ്ങൾ ഓൺ മാനുഫാക്ചറിംഗ് ആണെന്നുള്ള ആക്സസറീസ് ആൻഡ് ഹാർഡ്വെയർസിലാണെന്നുള്ള സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇതിലേക്ക് വരാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയുമാണെന്നുള്ളത് ഞാൻ ഒരു വർക്ക് ചെയ്താലും അതിൻ്റെ സർവീസസും അതേപോലെ തന്നെയാണെന്നുള്ള അതിൻ്റെ വാറണ്ടിയും അതെൻ്റെ ചുമതലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആണെന്നുള്ള അതിൽ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിഞ്ചസ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹിഞ്ചസ് ഇപ്പം ഒരു നിസ്സാരം ഒരു ഹിഞ്ചസിൻ്റെ കംപ്ലയിൻസിലാണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമ്മൾ പോയി മാറിക്കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിനകത്തെ എടുക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് ഒരു നിസ്സാര ദൂരത്തിൽ പോലും പോവുകയാണെങ്കിൽ 3000 to 6000 റുപ്പീസ് ആണെന്നുള്ള നമ്മൾക്കാണെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യുന്നതിനാണെന്നുള്ള ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ അടുത്തൊരു പ്രശ്നം ഈ ഹിഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇലക്ട്രോപ്ലേറ്റഡ് ഹിഞ്ചസ് ആണ് വരുന്നത്. അപ്പം ചില കാലാവസ്ഥ ഒക്കെയാണെന്നൊരു ഉദാഹരണത്തിന് തീരപ്രദേശങ്ങൾ അത് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നൊരു ഇത് തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനാണെന്നൊരു ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസസ് അവരല്ല ചെയ്യേണ്ടത്, അത് എൻ്റെ മാത്രം ബാധ്യതയാണ്. തീർച്ചയായിട്ടും ഞാൻ തന്നെയാണെന്നുള്ള ആളുകളെ വിട്ടിട്ടാണെന്നുള്ള അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം അതിനുണ്ടാകുന്ന എക്സ്പെൻസും എൻ്റേത് മാത്രമാണ്. ഇത് തിരിച്ച് കൊണ്ടുവന്നിട്ട് ഈ ഇഞ്ചസ് ആണെന്നുള്ള എൻ്റെ ഗോഡൗണിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് കമ്പനിക്കാരാണെന്നുള്ള ഇത്ര ഉണ്ട് പീസസ് എന്ന് പറയുമ്പോൾ അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ, അതൊന്ന് റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ഈ ഹിഞ്ചസിനാണെന്നുള്ള വരുന്ന തുകയല്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരുന്നത്. കാരണം ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ടുള്ള സർവീസ് കോസ്റ്റ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്നൊരു ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണെന്നൊരു നമ്മൾക്കാണെന്നൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചുകൂടാ. അങ്ങനെയാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസിനെ കുറിച്ചാണെന്നൊരു ഒരു പഠനം നടത്തിയപ്പോൾ ഒരു മാർക്കറ്റിലാണെന്നൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള എല്ലാ പ്രോഡക്ട്സിനും ആണെന്നൊരു 650 to 700 റുപ്പീസ് ആണെന്നൊരു നമ്മൾക്ക് മാർക്കറ്റിൽ പ്രൈസ് ഉണ്ട്. ഈ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർക്കും അഫോർഡബിൾ അല്ല. അതിൻ്റെ ഒരു റീസൺ വേറൊന്നുമല്ല, കേൾക്കുമ്പോൾ ഒരു ഹിഞ്ചസിന്റെ കഥയുള്ളൂ. പക്ഷേ ആണെന്നൊരു ഒരു വീട് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ആണെന്നൊരു നമ്മൾക്ക് ഏതാണ്ട് ഒരു 35 തൊട്ട് 40,000 രൂപ വരെ ആണെന്നൊരു എക്സ്പെൻസ് കൂടുന്ന ഒരു സംഭവമാണ് ഒരു മിനിമം. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ആണെന്നൊരു ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ നേരിടുന്നത് കസ്റ്റമർക്ക് അത് അഫോർഡബിൾ അല്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം എന്നുള്ള ചിന്തയായി പിന്നീട്. അങ്ങനെയാണ് ഞാൻ ഓൺ മാനുഫാക്ചറിംഗ് എന്നുള്ള ലെവലിലേക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നൊരു ഇപ്പമുള്ള റേറ്റിൽ തന്നെയാണെന്നൊരു എന്തുകൊണ്ട് എൻ്റെ ക്ലയൻസിന് ഇത് കൊടുത്തുകൂടാ എന്നുള്ള ചിന്തയെന്നാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസിലേക്കാണെന്നൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാസ്ക്കറ്റ്സും ഒക്കെ ആണെന്നൊരു മാനുഫാക്ചറിങ്, അതായത് ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ആക്സസറീസും എല്ലാ ഹാർഡ്വെയർസും എന്തുകൊണ്ട് എൻ്റെ തന്നെ ആയിക്കൂടാ എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഒരു വോളിയം വെച്ചിട്ട് തീർച്ചയായിട്ടും ആണെന്നുള്ള ഞാൻ ചിന്തിക്കുന്ന കാര്യം എനിക്ക് നടപ്പാക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൺ മാനുഫാക്ചറിങ്ങിലേക്കാണെന്നൊരു വന്നിരിക്കുന്നത്. അതേപോലെ ഞങ്ങളുടെ ഓൺ പ്രോജക്ട്സിൽ ഞങ്ങളുടെ തന്നെ ആക്സസറീസും ഹാർഡ്വെയർസും ആയിരിക്കും വേണമെന്നുള്ള യൂസ് ചെയ്യുന്നത് ഇനി മുതൽ. കാരണം ഞങ്ങൾക്ക് തന്നെ ഉറപ്പുള്ളൊരു പ്രോഡക്റ്റാണ് ഞങ്ങളാണെന്നൊരു ഞങ്ങളുടെ ക്ലയൻസിന് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആണെന്നൊരു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമസ്കാരം.